ശബരിമലയെ തൊട്ടി കളിച്ചാൽ ഇല്ല ഇല്ല മുന്നോട്ടില്ല, പോരാളി പോലും മുന്നോട്ടില്ല. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ വ്യാപകമായ പ്രതിഷേധം ആണ് നടക്കുന്നത്. ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ കോൺഗ്രസ് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇപ്പോഴിതാ ക്ലിഫ് ഹൗസിന് മുന്നിൽ BJPയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. സാരംഗാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം സർക്കാരിനെതിരായ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ഇപ്പോൾ ക്ലിഫ് ഹൗസിന് മുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ അടക്കം പ്രതിഷേധം ശക്തമാക്കുന്നു BJP. എത്രത്തോളം വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്? BJPയുടെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിന് മുന്നിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട് BJP പ്രവർത്തകർ. നൂറുകണക്കിന് BJP പ്രവർത്തകരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ വലിയ പ്രതിഷേധം ആയിരുന്നു ഉയർത്തിയത്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള ഉന്തും തള്ളിലേക്കും വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതേസമയം സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വലിയ തോതിലുള്ള പ്രതിഷേധം ആണ് നടത്തുന്നത്. BJPയുടെ നേതൃത്വത്തിലുള്ള ക്ലിഫ് ഹൗസ് മാർച്ച് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും വലിയ പ്രതിഷേധം അലയടിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ മുദ്രാവാക്യങ്ങൾ ആണ് ഉയർന്നു കേൾക്കുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. സർക്കാരിനെതിരായ പ്രതിഷേധം വലിയ തോതിൽ അലയടിക്കുകയാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയായിരുന്നു BJPയുടെയും കോൺഗ്രസിൻ്റെയും തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. BJPയുടെ പ്രതിഷേധം ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിഫ് ഹൗസിലേക്കാണ് BJP പ്രതിഷേധം നടത്തുന്നത്. നൂറുകണക്കിന് BJP പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. BJPയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ നമുക്ക് പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള V മുരളീധരനെ മുന്നിൽ കാണാൻ സാധിക്കുന്നു. CKP പത്മനാഭൻ അടക്കമുള്ളവർ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ അണിനിരന്നിരിക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ BJP വലിയ പ്രതിഷേധത്തിലേക്ക്, അമ്പലം വിഴുങ്ങി എന്ന പ്രതിഷേധ മുദ്രാവാക്യം തന്നെയാണ്. അതായത് കോൺഗ്രസും ഇത്തരത്തിൽ തന്നെയുള്ള ഫ്ലെക്സ് കാർഡ് ആയിരുന്നു, ബാനറുകളായിരുന്നു ഇന്ന് സഭയ്ക്ക്
അകത്ത് ഉയർത്തിയത് എങ്കിൽ അതേ മുദ്രാവാക്യം തന്നെയാണ് ഇപ്പോൾ BJPയും ഉയർത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ക്ഷേത്രത്തെ കട്ടുമുടിച്ചവർ എന്ന നിലയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. സാരംഗാണ് ചേരുന്നത്. സാരംഗ്, വലിയ പ്രതിഷേധമാണല്ലോ ക്ലിഫ് ഹൗസിന് മുന്നിൽ, നൂറുകണക്കിന് പ്രവർത്തകർ, നേതാക്കൾ, എന്താണ് വിവരങ്ങൾ? മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പത്മനാഭൻജി, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നിരന്തരം കൊള്ളയടിച്ച് കാശാക്കി വിറ്റ് നശിപ്പിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, പിണറായി സർക്കാരിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സന്ധിയില്ലാ പോരാട്ടങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ാണ് ഇപ്പോൾ ഹൗസിന് മുൻപിൽ രാവിലെ തന്നെ ഈ കൊള്ളയടിക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലേക്ക് തന്നെ മാർച്ച് നടത്തുന്നത്. ഈ മാർച്ചിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി സൌത്ത് ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ മുക്കമ്പാലം ബിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനനും ആരാധ്യനുമായ പാർട്ടിയുടെ ഇന്ന് രാവിലെ തന്നെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഓഫീസിന് മുൻപിലേക്ക് അടക്കം വലിയ പ്രതിഷേധങ്ങൾ, RSPയുടെ അടക്കം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണിപ്പോൾ BJPയുടെ ഒരു വലിയ പ്രകടനമായി വന്ന പ്രവർത്തകർ ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് മുൻപിലേക്ക് ഇത്തരത്തിലൊരു സമരം നടത്തുന്നത്. സഭയിലടക്കം ഈ വിഷയം മൂന്നാമത്തെ ദിവസം ഉന്നയിച്ച് പ്രതിപക്ഷം സഭയിൽ നടപടികളിലെല്ലാം ഇത്തരത്തിൽ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഈ ഒരു പ്രതിപക്ഷത്തിന്റെ അതേ രീതിയിൽ തന്നെ BJPയും ഈ ഒരു സമരരംഗത്തേക്ക്, അതായത് ഈ വിവാദങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാനായി ഈ BJPയുടെ രംഗത്ത് നിന്നും വലിയൊരു പ്രതിഷേധം, അതായത് ദേവസ്വം ബോർഡ് ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് ക്ലിഫ് ഹൗസിലേക്കുള്ള വഴിയും. ആ രണ്ടിലേക്കും കൂടി, അതായത് മുഖ്യമന്ത്രിയെയും ദേവസ്വം ബോർഡിലേക്കും കൂടി ഇത്തരത്തിലുള്ള രണ്ട് ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ ചെയ്തുകൊണ്ടാണ് BJP ഇവിടേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ പ്രവർത്തകരെല്ലാം ബാരിക്കേഡ് മുൻപിൽ തടിച്ചുകൂടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് ഭാഗത്തും പോലീസ് സജ്ജരായിട്ടുണ്ട്. ദേവസ്വം ബോർഡിനകത്തേക്കും ക്ലിഫ് ഹൗസിന്റെ ഭാഗത്തേക്കും പോലീസ് ശക്തമായ ബാരിക്കേഡ് നിർത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാ രീതിയിലും പോലീസ് അകത്തേക്ക് കയറാനുള്ള വഴികളെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊരു തുടർ ഇത്തരത്തിലുള്ള BJPയുടെ ഭാഗത്ത് നിന്നും കൂടുതൽ പ്രതിഷേധങ്ങളുടെ ഒരു തുടക്കം മാത്രമായിട്ടാണ് ഇതിന് കാണാൻ കഴിയുള്ളൂ. കാരണം ക്ലിഫ് ഹൗസ് ആരംഭിച്ച് മാത്രമല്ല കേരളത്തിലുടനീളം നാമജപ യാത്രകളും മറ്റെല്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള സമരങ്ങളും മറ്റ് പ്രതിഷേധങ്ങളും കൂടുതലായി നടത്തുമെന്നാണ് BJPയുടെ നേതൃത്വം അറിയിച്ചത്. അതിന്റെ ഒരു തുടക്കം എന്ന് മാത്രമായിട്ടാണ് ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രതികരണം ഉണ്ടായിരുന്നു. അതിന് മാത്രമല്ല ഇതിൽ ഇത്രയും ദിവസം മുഖ്യമന്ത്രി പാലിച്ച മൗനം എന്ന് ഭേദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ BJPയുടെ ഒരു മാർച്ചും ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് നടക്കുന്നത്. അഭിലാഷ്, BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ക്ലിഫ് ഹൗസിന് മുന്നിലാണ് BJPയുടെ പ്രതിഷേധം നടക്കുന്നത്. BJPയുടെ സംസ്ഥാന നേതാക്കൾ ആണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള V മുരളീധരൻ, S സുരേഷ്, CK പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ BJPയുടെ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ അമ്പലം വിഴുങ്ങികൾ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സ്വാമി അയ്യപ്പന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ച അമ്പലം വിഴുങ്ങികളായ പിണറായി വിജയനും കൂട്ടർക്കും എതിരെ എന്നതാണ് ഫ്ലക്സ് ഈ ബാനറിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ പ്രതിഷേധം ശക്തമാക്കുന്നു. നേരത്തെ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന്റെ അതിശക്തമായ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. അവർ സഭ വിട്ടിറങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ ഒരുമിച്ച് പോരാടുന്ന സാഹചര്യം ആണുള്ളത്. ഒരേ സ്വരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർത്തുകയും ചെയ്യുന്നത്. അത് തന്നെയാണ് സർക്കാർ തീർക്കുന്ന പ്രതിരോധവും BJPക്കും അതോടൊപ്പം കോൺഗ്രസിനും ഒരേ സ്വരം എന്നുള്ളതാണ്
സർക്കാരിന്റെ പ്രതിരോധം. പക്ഷെ സർക്കാർ അത്തരം പ്രതിരോധം എല്ലാം തീർക്കുമ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ BJP നേതാക്കൾ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളിലേക്ക്. അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് വെറും ഒരു ബിസിനസ്സുകാരനല്ല. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും വിശ്വസ്തനായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്തടിസ്ഥാനത്തിലാണ് ഒരു ദേവസ്വം ബോർഡിലെ വിഗ്രഹത്തിന്റെ പാളി ആ പാളി എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊടുത്തത്? അത് വെറും ഒരു പാളിയല്ല. ദേവപാലകൻ എന്ന് പറയുന്നത് ദേവനെ പാലിക്കുന്നവരാണ്. ആ ദേവപാലകരുടെ പാലിക്കകത്ത് ദേവാംശമുണ്ട്. ആ ദേവാംശം എവിടെ നിന്നെങ്കിലും വന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലെടുത്ത് കൊടുക്കണമെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കേരളത്തിലെ ഉന്നതന്മാരുമായി ബന്ധമുണ്ട് എന്ന് കേരള സമൂഹം വിശ്വസിച്ചാൽ അവരുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടി എന്നും കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ കൂടെയാണെന്ന് എന്നും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ശബരിമല വിഷയമുണ്ടായപ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ഏറ്റെടുത്തുകൊണ്ട് ആ പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആയിരക്കണക്കിന് പ്രവർത്തകർ ജയിലിൽ കടന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ഇന്നും പറയുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ദേവസ്വം ബോർഡും കേരളത്തിലെ മന്ത്രി വാസവനും ഇതിന് മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളൂ. അതുവരെ ഭാരതീയ ജനതാ പാർട്ടി കേരള സമൂഹത്തോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഇവിടെ നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധ മാർച്ചിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ആരാധ്യനായ തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കരമന ജയനെ പാർട്ടിയുടെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു.